വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഹായ് മാസ്റ്റേഴ്സ്. താങ്കളെ തന്നെയാണ് ഞാൻ ആദ്യമേ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല. ഗൈസ് നോക്കൂ, ബിബിൻ ജോർജ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു ഡ്രസ്, ഒരു കോസ്റ്റ്യൂം പൂമ്പാറ്റകളുടെ സംസ്ഥാന സമ്മേളനമാണോ ആ ദേഹത്ത്? അതെ, പൂമ്പാറ്റകളെ തേടി നിൽക്കുന്ന കരിവണ്ട്. നുകരാനുള്ളവർക്ക് സ്വാഗതം എന്നുള്ള ബോർഡും ഉണ്ട്. കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പറയുമ്പോഴാണ്, കോസ്റ്റ്യൂമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും പെർഫ്യൂം. അല്ല, പെർഫ്യൂം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ? ആണ്. ഷാരൂഖ് ഖാന്റെ ഒക്കെ പറയുന്ന പോലെ. അല്ല, ഷാരൂഖ് ഖാന്റെ എല്ലാരും പറയും ചോദിക്കുമ്പോ പെർഫ്യൂം, ഹി സ്മെൽസ് ഗുഡ് എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഗേൾസിന് ഏറ്റവും കൂടുതൽ ബിപിൻ ജോർജ് അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ എത്ര കോളേജുകളിലൊക്കെ പോകുന്നതാണ്. അത് വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. മണിക്കുട്ടിന്റെ മണം, ബിപിൻ ജോർജിന്റെ ഗുണം, നിറം. അല്ല, ഈ അഡിക്ഷന്റെ കാര്യം ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ? എനിക്ക് ഡംബൽസ് ഭയങ്കര അഡിക്ഷൻ. ഡംബിൾസ് അഡിക്ഷൻ ജിമ്മിൽ പോയിട്ട് ഡംബിൾസ് ചെയ്തോണ്ടിരിക്കുമ്പം കാണാൻ കൊള്ളാൻ പെൺപിള്ളേർ പോകുന്ന കാണാൻ എനിക്കൊരു അഡിക്ഷൻ. ഹലോ മിസ്റ്റർ, അത് ഡംബിളിനോടല്ല അഡിക്ഷൻ, പെൺപിള്ളേരോടാണ് അഡിക്ഷൻ. പിന്നെ അവരുടെ ഭർത്താക്കന്മാരെ അഡിക്ഷൻ എന്നല്ല പറയുന്നത്, പിന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ അഡിക്ഷൻ. ബക്രുചേട്ടനെ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഭയങ്കര മാന്യൻ ടൈറ്റിലാണ്. അത് ശരിക്കും അറിയാത്തോണ്ട് തന്നെയാണ്. കറക്റ്റ്, ഇത് തന്നെയാണ് എന്നോട് എല്ലാരും പറയുന്നത്. ആരാ പറഞ്ഞ മാന്യൻ ടൈറ്റിലാണ്? പൊതുവെ ഇപ്പൊ ഞാൻ പുറത്തു പോയാലോ, അയ്യോ ബക്രു എന്നെ പാവല്ലേ, നല്ല മനുഷ്യനല്ലേ എന്ന് പറയുമ്പോ ഞാൻ വെറുതെ പറയാം. പിന്നെ നല്ല മനുഷ്യനാണ്. അതിന് അഡിക്ഷനും ഹ്യൂമൻ ബിഹേവിയർ ആയിട്ട് എന്താ ബന്ധം? അയ്യോ പാവം, അയ്യോ മാന്യൻ, അയ്യോ സഹതാപം, ഇതൊന്നും നമുക്ക് എന്താന്നറിയാമോ ഏട്ടാ, ഇത് ടാഗിൽ, അതായത് പെണ്ണുങ്ങൾക്ക് മറ്റേ ശ്രീനിയുടെ ഒരു പടത്തിൽ പറയുന്നുണ്ട്, ഇഷ്ടമല്ലാത്ത ആമ്പിള്ളേരെ ഒഴിവാക്കാൻ പെൺപിള്ളേർ അവരെ നല്ലവനാക്കും മാന്യനാക്കും. അതിനുവേണ്ടി എന്തോ ഇവിടെ നന്മയും തിന്മയായിട്ടുള്ള വെല്ലുവിളിയല്ല, ഇവിടെ ചെറിയ തിന്മയും വലിയ തിന്മയായിട്ടുള്ള വെല്ലുവിളിയാണ്. കറക്റ്റ് ആണ്, അത് സത്യമാണ് പറഞ്ഞത്. അതായത് എനിക്കൊരു കാര്യം വെളിപ്പെടുത്താനുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അഡിക്ഷനെ പറ്റിയാണോ? അതെ, പ്രേക്ഷകരെ, നമ്മുടെ ഈ ഷോ ഇത്രയും എപ്പിസോഡുകൾ കടന്നു വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എലീനയുടെ ഒരു വലിയ എഡിക്ഷൻ ഫീൽ ചെയ്യാൻ പോകുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പറയുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്കത് വേണോ അല്ലെ, നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോ ഒരു സാധനത്തിനോട് ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ? തീർച്ചയായിട്ടും. അവിടുന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇല്ല എന്നുള്ളത് നമ്മൾ ബോധത്തോടെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതൊക്കെ ഇവിടെ ഏതാ ബ്രാൻഡ് ഏതാന്ന് പറയും? ആ ലഹരിയുടെ പേരെന്ന് പറയുന്നത് രോഹിത്. രോഹിത് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്. അതുകൊണ്ട് തായ്ലാൻഡിൽ ഒരു പാമ്പ് കൊത്തണം, രോഹിത് ബ്രാൻഡ് ഉണ്ട്. വില കുറഞ്ഞൊരു വില കൂടിയാണെന്ന് പറഞ്ഞില്ലല്ലോ. മാഹിയിലെ മാടക്കടകളിൽ കിട്ടുമെന്ന്. ഇല്ല, മാഹിയിലെ മാടക്കടയിൽ കിട്ടില്ല. ഇത് തായ്ലാൻഡിലെ കോബ്ര വനത്തിലെ എന്റെ പൊന്നെ, ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിട്ടും ഇപ്പോഴും ഞാൻ ചപ്ലാഞ്ചി പാമ്പാണത്. അതെ, അത് മാത്രമല്ല, അടിച്ചു കഴിഞ്ഞാല് മറ്റേ പാമ്പുകളെ പോലെ തല നിവൃത്തി നിൽക്കലില്ല, എവിടെയെങ്കിലും മൂല. മോളെ, ഈ വക ലഹരിയൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതവിടെ വിട്. ഈ പറയുന്ന കേട്ടോ തോന്നി, 3 പേര് മാന്യമാരാണ്, ഇങ്ങനത്തെ അഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെ. ഓ, മാന്യല്ലാത്ത ഒരാള് പറഞ്ഞു. ഇപ്പൊ ബിബിൻ പറയുമല്ലോ, ബിബിന്റെ അഡിക്ഷൻ എന്താന്ന് പറഞ്ഞു. എന്നാ ബിബിൻ ചേട്ടാ അങ്ങോട്ട് ഇട്ടുവിടാ. അക്രുചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഞാനാണ്. മണിക്കൂട്ടം പറഞ്ഞായിരുന്നു. ഇതിലും ധൈര്യം എനിക്ക് തോന്നുന്നു കേരളത്തിലെ പെണ്ണുങ്ങൾക്കാന്ന് തോന്നുന്നു. കാരണം വർഷങ്ങൾക്കൊക്കെ ബാക്കിൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അത്യാവശ്യം ഒരു കുപ്പി വാങ്ങാൻ വേണ്ടി ബേക്കോയുടെ ഫ്രണ്ടിൽ ക്യൂവിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര വിപ്ലവമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ട്രെൻഡിങ് ആണ്, റീൽസ് വരെ ഉണ്ട്. മേക്കപ്പ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നു, വാങ്ങുന്നു, വരുന്നു. അല്ല, അവരിപ്പോ തുടങ്ങിയുള്ളൂ, നമ്മൾ ഈ റൂട്ട് വിട്ട് നമ്മൾ നേരത്തെ. അല്ല, എന്നാലും കാലഘട്ടം മാറിപ്പോയെന്ന് നോക്കണേ. എനിക്ക് പേഴ്സണലി അഡിക്ഷൻ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുടിക്കുന്നൊരു സാധനം തന്നെയാണ്, അത് കോഫിയാണ്. കോഫിന്റെ ഒരാളാണ് ഞാൻ. കാരണം പണ്ട് തൊട്ട് കഥാപ്രസംഗം കൊണ്ട് പറയുമായിരുന്നല്ലോ, ഈ കഥാപ്രസംഗം പറയുന്ന സമയത്ത് ഉറക്കം നിൽക്കാൻ വേണ്ടിട്ട് തുടങ്ങിയ പരിപാടിയാ. ഇപ്പൊ അഡിക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ മെയിൻലി എല്ലാവരുടെ മനസ്സിൽ വരുന്നത് അതായിരിക്കും, മദ്യം മയക്കുമരുന്നിനെ കുറിച്ച്. ഈ മയക്കുമരുന്നിനോട് ഞാൻ ഇതാക്കുന്നില്ല, പക്ഷെ മദ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് വിൽക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം അറിഞ്ഞു കുടിക്കുക, റെസ്പോൺസിബിൾ ഡ്രിങ്കർ, റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുക. പേഴ്സണലി എനിക്കൊരു വലിയ വിഷമമുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കൊച്ചു കുട്ടികൾ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഒരു കാരണവശാലും ഉൾക്കൊള്ളാനും പറ്റില്ല. അത് വളരെ ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ അത്തരത്തിലുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകരുതെന്ന് തന്നെയാണ് ഒരു ഏട്ടന്റെ ഒരു അഭ്യർത്ഥന. അതെ, ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയും ആ ഒരു സോഷ്യൽ അവയർനെസ് എന്നുള്ള രീതിയിലൊക്കെ കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ
ഒരാളെ നമുക്ക് വേദിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. ഓക്കെ? യാ. നമസ്കാരം. നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാം. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പേഴ്സണൽ ചോയ്സ് ആണ് മദ്യപാനം എന്നൊക്കെ പറഞ്ഞാലും എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. നല്ല കാര്യമാണ്. അതായത് മദ്യപാനം അങ്ങോട്ട് കൂടിയിട്ടേ പൊതുശല്യമായി മാറുന്നത് ഒരു വല്ലാത്ത കഷ്ടമല്ലേ? അതെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു മോചനം നേടുന്നതിന് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നല്ല ഒരു കാര്യം പറഞ്ഞു തരാമോ? ചേട്ടാ, ഇതിപ്പം ഇവിടെ വന്ന് പറയുന്നത് വലിയ നല്ലൊരു കാര്യമാണ് അല്ലേ? നമ്മൾ പബ്ലിക്കായിട്ട് പറയുക. എനിക്ക് തോന്നുന്നു ചേട്ടാ, ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അഡിക്ഷൻ സെന്റർ. അതെ. അങ്ങ് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് വന്നത് തന്നെ എനിക്ക് തോന്നുന്നത് പൊതുസമൂഹത്തിന് ഏറ്റവും നല്ലൊരു സന്ദേശം തന്നെയാണ്. ചേട്ടന്റെ മുഖം കണ്ടറിയാം, നല്ല കുടിയനാണ്. ഇത്രയും പെട്ടെന്ന് ചേട്ടൻ ഇത് നിർത്തി അല്ലേ? മണിക്കുട്ടൻ ബ്രോ പറഞ്ഞ പോലെ ഏതെങ്കിലും നല്ലൊരു അഡിക്ഷൻ സെന്ററിൽ പോവാന്നുള്ളതാണ്. ഹലോ, അല്ല ഞാൻ എന്തിനാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്നത്? അല്ല, ചേട്ടൻ ഇപ്പൊ ഓൾറെഡി ഒരു സെൽഫ് റിയലൈസേഷൻ മനസ്സിലായില്ലേ? മദ്യപിക്കുന്നത് അമിതമാണ്, അത് സൊസൈറ്റിക്ക് കേടാണെന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്റെ പൊന്നു സഹോദരങ്ങൾ, ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് കേക്ക്. ഇതൊരു നല്ല കാര്യമല്ലേ? അഡിക്ഷൻ സെന്ററിൽ പോകുന്നത് നല്ലതാണ്. അമിതമായ മദ്യപാനം ഉള്ളവര്, അതിന് ഞാൻ പോകേണ്ട കാര്യം എന്താണ്? ഞാൻ മദ്യപിക്കുന്ന ആളല്ല. ചേട്ടൻ പിന്നെ ഈ ആരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ രോഗി എന്റെ ഭാര്യയാണ്. ഭയങ്കര ശല്യമാണ്, ഭയങ്കര കുടിയാണ്. ചേട്ടന്റെ ഭാര്യയോ? ആ, ഡെയിലി 3 ഫുള്ള് വേണം. ഞാൻ എന്തോ ചെയ്യുമെന്ന് പറ. നിങ്ങളൊന്ന് പറഞ്ഞ ഇവിടെ ഏത് അഡിക്ഷൻ സെന്ററിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്? ചേച്ചി ഇപ്പൊ എവിടെയുണ്ട്? കണ്ടവരും എടാന്ന് കണ്ടോ, ഒരു ഭർത്താവിനെ വിളിക്കുന്നുണ്ടോ? എടാ, അതെങ്ങനെ ബോധം വേണ്ടേ? എങ്ങനെ സംഭവിച്ചത്? എങ്ങനെ കുടി തുടങ്ങി? എന്റെ കയ്യിലെ തെറ്റാണ്. ഒരു ദിവസം ഇവൾക്ക് ഭയങ്കര പനി. അപ്പൊ ഞാൻ അന്ന് അല്പ സ്വല്പമൊക്കെ കഴിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ റം ഇരിപ്പുണ്ടായിരുന്നു, നല്ല മിലിറ്ററിയുടെ റം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എടി നല്ല പനിയാണെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ്, ഒരല്പം എടുത്തിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരൊറ്റ പിടി അങ്ങ് പിടിച്ചാൽ മതി, പനി പമ്പ കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ബെഗിനകത്ത് ഞാന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പനി പോയി. അതിന്റെ പിറ്റേ ദിവസം അവള് പറയാ ഭയങ്കര തലവേദനയെന്ന്. ഈ ആദ്യമായിട്ട് അടിക്കുമ്പോ ചെറിയ തലവേദനയൊക്കെ ഉണ്ടാവുമല്ലോ. ഇവക്ക് ഞാൻ പിറ്റേ ദിവസം ഒരു ചെറുതുകൂടെ കൊടുത്തപ്പം തലവേദനയും പോയി, പനിയും പോയി, ഹാങ് ഓവർ മാറി. പിറ്റേ ദിവസം രാവിലെ വന്ന് പറയാ, ചേട്ടാ എനിക്കൊരു പനി വരുന്നു എന്നൊരു സംശയം വന്നു. അപ്പൊ എനിക്ക് സംഗതി പിടികിട്ടി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, എടേ ഞാൻ ഇന്നലെ അടിച്ചതിന്റെ ബാക്കി ഒരു ശകല സാധനം അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്ത് അടിച്ചോളാൻ പറഞ്ഞു. ഇവളത് അടിച്ചു കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഇവള് തൊഴിലുറപ്പിന്റെ പണിക്ക് പോയി. പണിക്ക് ഒരു 5-6 മണിയായി. 5 മണിക്ക് സാധാരണ വരുന്ന 6 മണിയായപ്പോ ഇവള് വരുന്നു, ഒരു അര എടുത്തോളൂ. എന്തോ ചെയ്യണം? ഇതൊക്കെ ശരിക്കും പറഞ്ഞൊരു ഭാഗ്യല്ലേ? ഭാഗ്യല്ലേ കൂടെ ഒരാൾ അടിക്കാൻ കിട്ടും? ചെലവ് പറഞ്ഞില്ലേ നമുക്ക്? എന്ത് ചെലവ് പറഞ്ഞു? അവളന്ന് 6 മണിക്ക് സാധനം കൊണ്ടുവന്ന് ഞങ്ങൾ അന്ന് ഇരുന്ന് വട്ടം കൂടിയിരുന്ന് അത് തീർത്തു. എന്നാൽ ഈ പറഞ്ഞത് മോശമാണ്. അതൊക്കെ എന്ത് ഭാഗ്യമാണ്? സ്വന്തം ഭാര്യ കുടിച്ചാടി വരുന്നു പറഞ്ഞ ഭാഗ്യമാണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, എന്റെ കല്യാണ ചെലവിന് എനിക്ക് ചെലവായ കാശിക്ക് എന്നിട്ട് ഇതിനെ ഈ ഭാഗ്യത്തിന് അങ്ങ് എടുത്തോളൂ. അല്ല, എടുത്തോളൂ, ഒരു വിരോധവും ഇല്ല, എനിക്ക് എടുത്തോളൂ. എനിക്ക് അത്ര ഭാഗ്യം വേണ്ട. എന്താ വേണ്ട? സ്വന്തം കാര്യം വന്നപ്പോ പിൻവാങ്ങി. എന്താണ് സ്ത്രീത്വത്തിനെ നീ ചോദ്യം ചെയ്യരുത്. എന്റെ സ്ത്രീത്വത്തിനെ നീ ചോദ്യം ചെയ്യരുത്. എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത് എനിക്ക് പുരുഷത്വത്തെ നീ ചോദ്യം ചെയ്യുന്നത്? ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് നിനക്ക്? ഉപ്പുമാങ്ങ ഭരണി ശരിക്കും എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്താ? ഇപ്പൊ മദ്യത്തിന് അടിമയാണ് ഇവളിപ്പോ. ഒരു തുള്ളി കുടിച്ചിട്ട് എത്ര ദിവസം? അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ ശല്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു മുതിർന്ന ഒരാളോട് ഞാൻ ഇതിനെ പറ്റി ഒരു പരിഹാരത്തിന് ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? അപ്പൊ മദ്യപാനം കുറയ്ക്കുന്നതിന് വേണ്ടി എന്തേലും കടുപ്പം കുറഞ്ഞ ലഹരി എന്തേലും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യിച്ചത്, മുറുക്കാനോ? അങ്ങനെ ഞാൻ ആദ്യം മുറുക്കാൻ കൊടുത്തു. മുറുക്കാൻ കൊടുത്തതിന്റെ പിറ്റേ ദിവസം ഒരു പെഗ് അടിച്ചിട്ട് എവിടാ എന്റെ മുറുക്കാനെന്ന്. അത് എന്നിട്ട് അടുത്ത പെഗ് അടിച്ചിട്ട് പറയാ, മൂക്കുപ്പടി ഇനി ഞാൻ ചോദിക്കണമായിരിക്കും. ഇതൊക്കെ എന്തിനു മര്യാദ കേട്ടോ? ഇങ്ങനെയൊക്കെയാണോ ഒരു സ്ത്രീ ചെയ്യേണ്ടത്? ചേച്ചിയെ കണ്ടിട്ട് വളരെ പാവം പോലെ ഇരിക്കുന്നു. പാവമാണോ? അയ്യോ, വീട്ടിലോട്ടൊന്നും വന്ന് കാണണം, തനിക്കുണം അറിയണമെങ്കിൽ. എല്ലാ ദിവസവും അവളടിക്കും, എന്നിട്ട് എന്നെ എടുത്തിട്ട് അടിക്കും. തൃപ്തിയായല്ലോ?
തൃപ്തിയായല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഇവിടെ കാണാൻ ഞാൻ തിരക്കി ചെന്നപ്പം എന്നോട് ഒരുത്തം പറയാതെ, നിങ്ങളുടെ പെണ്ണുമ്പിള്ള ബിവറേജിന്റെ ആ ചെറിയ ചെറിയ കമ്പിയില്ലേ, അതിനകത്ത് കിടന്ന് പിടിച്ച് കുലുക്കുന്നു, എനിക്ക് കടം താടാ പട്ടിന്ന്. ബിവറേജിലെ മാനേജറെ വിളിച്ചിട്ട് പറയാണ്. അത് ഞാനങ്ങ് ക്ഷമിച്ചു, പോട്ടെ. എന്റെ വീടിനടുത്ത് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് താമസമുണ്ട്, രാജു. ഇവള് മദ്യപിച്ച് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് കയറിയേക്കുന്നു. നമ്മുടെ അപ്പാവും പിടിച്ച രാജ്യമായതുകൊണ്ട് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ അവിടെ കൊണ്ടുവിട്ടു, എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. ആ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ഈ രാജുവിനെ പോലെ ആകണമെന്നുണ്ടോ? ഇല്ലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് മദ്യപിച്ച് തന്നെയാണോന്ന് ഒന്ന് ഉറപ്പുവരുത്തിയേക്ക്. മദ്യപിച്ചാണ്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഇപ്പൊ എന്താ പറഞ്ഞേ? അത് അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്റെ സ്ത്രീത്വത്തിന് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല. ഓട്ടെ ചേച്ചി, പയ്യനല്ലേ അറിയില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോയി, ക്ഷമിക്കുക. കുടിക്കാതെ ഞാൻ വെള്ളം രാജുവിന്റെ എന്റെ പൊന്നു സഹോദര, എനിക്ക് മടുത്ത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഡൈവോഴ്സ്. എന്നെ ഡൈവോഴ്സ് ചെയ്യൂ? പിന്നല്ലാതെ, നിന്നെ ഡൈവോഴ്സ് ചെയ്യാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. 15 വർഷമായി ഇവൻ എന്നെ കല്യാണം കഴിച്ചിട്ട്. ഇവൻ കുടി നിർത്തിയിട്ട് എത്ര വർഷമായെന്നറിയോ? 3 വർഷം. ഞാൻ കൂടി തുടങ്ങിയപ്പോ ഇവന്റെ കൂടി ഇവൻ അങ്ങ് നിർത്തി. അത്രയും നാള് ഞാൻ അനുഭവിച്ചതൊക്കെയാ ഇവൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അത് കലക്കി. നിനക്ക് കഞ്ഞി വെച്ച് തരത്തില്ലടാ, നിന്റെ പിള്ളേരെ ഞാൻ നോക്കത്തില്ലടാ. എന്തിനാടാ നീ ചിരിക്കുന്നെ? ഭയങ്കര സഹനശക്തിയായിരുന്നു നിനക്ക്, ഭയങ്കര സഹനശക്തി. കേരളത്തിലുള്ള സകല പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. ഭർത്താക്കന്മാര് കുടിക്കുമ്പോ ഞങ്ങൾ എല്ലാം വെച്ചു കൊടുക്കും. ഞങ്ങൾ ആരും ഡിവോഴ്സിനൊന്നും പോകുന്നില്ലല്ലോ. ഇവന്മാരോട് സഹകരിച്ചങ്ങ് ജീവിക്കത്തില്ലേ? ഞങ്ങൾ ഇച്ചിരി കുടിക്കുമ്പോഴത്തേക്ക് ഇവന് ഡിവോഴ്സ് വേണമെന്ന്. അവിടെ നിനക്ക് ഡിവോഴ്സ് നീ ജീവിതകാലം മുഴുവൻ അനുഭവിക്കടാ. നീ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണ. നീ മനുഷ്യനാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണ. മനസ്സിലായില്ലേ? അവള് പറഞ്ഞതിനകത്ത് ചെറിയ കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങക്ക് മനസ്സിലായത്. ഇപ്പൊ എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങ് നിർത്തിയ സ്ഥിതിക്ക് ഇവക്ക് നിർത്തി നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? മനസ്സിലാക്കിയില്ലേ? ഇവൻ മനസ്സിലാക്കിയ സന്തോഷത്തിന് ഇന്ന് ഞങ്ങൾ ഒരു ഫുൾ എടുത്ത് അങ്ങ് ആഘോഷിക്കും. അയ്യോ, അത് വേണ്ട. വേണവടാ, വേണ്ട വേണ്ട നടക്കടാ, വേണ്ടവടാ. ഒന്ന് പറഞ്ഞു കൊടുക്കരുത്, വേണ്ടെന്ന് പറയുന്നത്. സന്തോഷമായിട്ട് ശരിക്കും അടിക്കാൻ പോവാണോ? ഇന്ന് നമ്മൾ ആഘോഷിക്കല്ലടാ. ഒന്നേയുള്ളൂ, നടക്കടാ നടക്കടാ രമേശോ നീ. സൂപ്പർ. എലീന, ഇവരുടെ കുടുംബ പ്രശ്നം നമ്മൾ സോൾവ് ആക്കിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഫുൾ എടുത്തിരിക്കാം. അതെ. എന്നാ കണ്ടു വിശേഷങ്ങള്? ഇവിടെ നല്ല തണുപ്പാ ഇച്ചായ. തണുപ്പാന്നോ? എന്റെ പൊന്നു ലിസാമേ, നീ പുറത്തേക്ക് ഇറങ്ങിയേക്കല്ലേ? നിനക്കാണെങ്കിൽ മുടിഞ്ഞ വലിവിന്റെ അസുഖമുള്ളതാ. കഴിഞ്ഞ വരവിന് നീ വന്നപ്പോ വലി വളകിട്ടെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസിന്റെ 3 സ്റ്റാൻഡാ നീ മൂക്കിലേക്ക് വലിച്ചു കയറ്റിയത്. ലിസാമോ, ആരാടി നിന്റെ പിന്നിലിരിക്കുന്ന? ബോബി ചമ്മണൂരാന്നോടി? അയ്യോ ഇച്ചായ, അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാ. ആന്നോ? ഇച്ചായ, നമ്മുടെ കിണർ പണി എന്തായി? നമ്മുടെ കിണർ പണിതുകൊണ്ടിരിക്കാ. ഞാൻ കാണിച്ചു തരാവേ. മട്ടന്മാരെ, എന്റെ ലിസാമയ്ക്ക് ഒരു ഹായ് പറഞ്ഞേ. ഓടാ പോത്തെ. എന്താ ഇച്ചായ അവര് പറഞ്ഞേ? ഒന്നല്ല, അച്ചായ പോ അകത്തുന്ന്. അച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ കിണറ്റില് വെള്ളം വരാണ്ട് ഞാനിനി നാട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ടേ? എന്റെ ലിസാമ, എന്നാ വാർത്താണ് നീ പറയുന്നേ? നമ്മുടെ കിണറ്റില് വെള്ളവും വരും, നീ നാട്ടിലും വരും, നമ്മൾ കാണുകയും ചെയ്യും. എന്നാ ശരി അച്ചായ. ഏറിക്കൂടെ പോലും ഒന്നും നടക്കുന്നില്ലല്ലോ കർത്താവേ. അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ഒന്നും നടക്കൂലടാ. ഇപ്പൊ വെള്ളം കാണുമെന്നും പറഞ്ഞു 1 മാസമായി കിണർ കൂത്താൻ തുടങ്ങിയിട്ട്. കണ്ടോ, വെള്ളം കാണണമെങ്കിൽ ഇപ്പുറത്തോ 8 റിങ് വെള്ളം കിടന്ന് തിരയടിക്കുക. പിന്നെ അവന്റെ 8 റിങ് വെള്ളം. എടാ, വെള്ളത്തിന്റെ പേരിൽ ഇങ്ങനെ അഹങ്കരിക്കല്ലേടാ. സ്വന്തം ഭാര്യ അമേരിക്കയിലാണെന്നും പറഞ്ഞ് നിനക്ക് ചാട കാണിക്കല്ലേ? എടാ, നീ വെള്ളം കുടിക്കാതെ പിന്നെ അതങ്ങ് പള്ളിയെ പറഞ്ഞേച്ചാ മതി. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ ഈ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും എന്റെ ഈ കിണറ്റിൽ ഞാൻ വെള്ളം കൊണ്ടുവരും. എടാ മണ്ട, ഈ വീടും പറമ്പും വിറ്റിട്ട് ഈ കിണറ്റിൽ വെള്ളം വന്നിട്ട് നിനക്കെന്താ കാര്യം? എന്നാ എന്റെ ലിസാമയുടെ ഡോളർ കൊണ്ട് ഈ കിണറ്റിനകത്ത് ഞാൻ വെള്ളം വരുത്തിക്കും. ഇല്ലടാ, നീ വെള്ളം കിട്ടാതെ അതിനകത്ത് ചാടി വരിക്കും. എടാ, അല്പനർത്ഥം വന്നാ അർദ്ധരാത്രി കൊട പിടിക്കും. അത് നീ സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കി അങ്ങ് പറഞ്ഞാ മതി. എന്താ പറഞ്ഞേ? ഒരു ചെറിയ അത്യാവശ്യം ഉണ്ടാ. എന്താ പ്രശ്നം? ചിറ്റപ്പം കക്കൂസ് ഇരിക്കുക. ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഞാൻ കാലത്ത് ആ പ്രശ്നം എനിക്ക് ഉണ്ടായതാ. ഞാൻ അത് പരിഹരിച്ചിട്ടല്ലേ ഇവിടെ. എടാ, അതല്ലെന്ന്. എടാ, പൈപ്പിലും കിണറ്റിലും ഒന്നും വെള്ളമില്ല. നീ ഒരു ബക്കറ്റ് വെള്ളം താടാ. ഈ കക്കൂസിന്ന് ഇറങ്ങിയിട്ട് ചിറ്റപ്പന് ജോലിക്കൊന്നും പോകാനില്ലല്ലോ. ഇല്ല, അവിടെ ഇരിക്കട്ടെ. എടാ, താടാ മോശമാടാ. എടാ, കണ്ടവരെ കക്കൂസിൽ ഒഴിക്കാനുള്ളതല്ല എന്റെ കിണറ്റിലെ ശുദ്ധജലം. നീ ഇനി വെള്ളത്തിന് വേണ്ടി ഇങ്ങോട്ട് വരണ്ട. അയലൊക്കത്തെ ഒരു തണ്ടികളും എന്റെ കിണറ്റിൽ വെള്ളം എടുക്കാൻ വരണ്ട. നീ നന്നാവത്തില്ലടാ. നീ പോടാ അവിടുന്ന്. അല്ലടത്തറിയും പോടാ അവിടുന്ന്. ഓരോരോ ജന്മങ്ങള്. അല്ല,
ഇക്കാര്യം പറഞ്ഞപ്പോ എന്റെ കിണറിനകത്ത് 2 ജന്മങ്ങളുണ്ടായിരുന്നല്ലോ. എന്തിയേ? ഹലോ, സുഖിക്കാമെന്ന ജലസേചന വകുപ്പിന്റെ ഡയറക്ടർമാരെ ഒന്ന് കേറി വരാവോ? മേശിരി, മേശിരി, നിങ്ങൾ ഈ കിണറ് കുത്താൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി, ഇതുവരെ വെള്ളം കണ്ടോ? അത് സന്തോഷ വാർത്ത പറയാനാ വന്നത്. എന്തേ? ഞങ്ങൾ കിണറ്റിന് വെള്ളം കണ്ടു. കണ്ടോ? കണ്ടു. ഒരു കുടുംബ വെള്ളം ഇങ്ങനെ എടുത്ത് ഞാൻ മോന്തി കുടിച്ചിട്ടാ വരുന്നത്. പിന്നെ കടലടുത്ത് കിടക്കുന്നുണ്ട്, ചെറിയൊരു ചമർപ്പുണ്ട്. അത് കാര്യമാക്കണ്ട. അയ്യോ അത് വെള്ളമില്ലായിരുന്നു, ഞാൻ കിണറ്റിൽ മൂത്രം ഒഴിച്ചാ. പിന്നെ കിണറ്റിനകത്തേക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയാലേ പറന്ന് മേളിലൊന്ന് മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു പോയി. ഞാൻ മിന്നൽ പരിപാടി അല്ല. എന്റെ കർത്താവേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ലിസാമയുടെ ഡോളർ ആ കിണറ്റിനകത്ത് കിടക്കുവാ. എന്നെടുക്കാൻ പോവാ. ലിസാമയുടെ ഡോളർ? അയ്യോ, അതല്ല പറഞ്ഞത്. എന്റെ ലിസാമ അമേരിക്കയിൽ കിടന്ന് അധ്വാനിക്കുക, കൈയും മെയ്യും മറന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഡോളർ കൊണ്ട് ഈ കിണർ കുത്തുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലിസാമ പോയിട്ട് ഒരുപാട് കാലമായി. 5-8 കൊല്ലമായി. നല്ല ശമ്പളമായിരിക്കും. ശമ്പളമൊക്കെ കുറവാ, പക്ഷെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. മതി, ജീവിച്ചോളും. അവന്മാരവിടെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിന്റെ ലെവൽ കയറി വരിക. അവിടെ വെള്ളം വന്നോ ഏട്ടാ? എവിടെ അവര് വെള്ളം ഉണ്ടാവില്ല, നമ്മുടെ കിണറ്റിലല്ലേ ഇഷ്ടം പോലെ വെള്ളം. എടി ചെടി നനച്ചോ? ചെടിയൊക്കെ നനച്ച്. തുണി അലക്കിയോ? തുണി അലക്കി. വണ്ടി കഴുകിയല്ലോ? വണ്ടി കഴുകി. എല്ലാം ഒരു റൗണ്ട് കൂടി ഒന്നും കൂടി കഴിക്കും. ഇഷ്ടം പോലെ വെള്ളമല്ലേ? നിങ്ങൾക്ക് വൈരാഗ്യം അവന്റെ അടുത്താണ് എന്റെ അടുത്താണ്? എടി നമ്മുടെ ഇഷ്ടം പോലെ വെള്ളമല്ലേ, നമ്മൾ അഹങ്കരിക്കണ്ടേ? അങ്ങനെ നമുക്ക് നമ്മുടെ വീട് വെറുതെ അങ്ങ് കഴിക്കാലോ. നമുക്ക് വീടിന്റെ മേളിൽ മഴ പെയ്യണ സെറ്റപ്പ് ആക്കിയാലോ? അടിപൊളിയായിരിക്കും. വെള്ളമല്ലേ കിടക്കണത്. മനോജ് എന്താടാ വലിയൊരു പ്രശ്നം ഉണ്ടാ. അതിനകത്തിരുന്ന ചിറ്റപ്പൻ ചത്ത. അതല്ലെന്ന്, എന്റെ ഭാര്യക്ക് ഒന്ന് കുളിക്കണം. അതിന് അവളെവിടെ പോണ്? അവള് ജോലിക്ക് പോകുന്നത്. അതിന് നിന്റെ ഭാര്യക്ക് അവിടെ ജോലി? സെൻട്രൽ ഗവൺമെന്റില്. അവള് തൊഴിലുറപ്പിനല്ലേ പോണ? ഈ തൊഴിലുറപ്പിന്റെ പൈസ ആരാ കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? അതല്ലേ പറഞ്ഞത്. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എന്റെ കിണറ്റില് വെള്ളം വെച്ച് കുളിച്ചിട്ട് നിന്റെ ഭാര്യ സെൻട്രൽ ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കണ്ട. എടാ ഇറങ്ങി പോടാ. ഇനി വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീ പോടാ അവിടുന്ന്. ഒരു തെണ്ടുകളെ ഇവിടുത്തെ വെള്ളം മോഹിച്ച് വരരുത്. അതെ ശാരദേ, കുറച്ച് കല്ല് പെറുക്കി വെക്കണം. എന്തിനാണ്? ഇതുപോലെ വെള്ളം എടുക്കാൻ വേണ്ടി പലരും വരും. എറിഞ്ഞു ഓടിച്ചേക്കണം. കാര്യം ഞാൻ വെള്ളം വെച്ച് പ്രതികാരം ചെയ്യുന്ന നാറി. ഇതെല്ലാം പലതും പറഞ്ഞായിരുന്നാ? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു വെള്ളം കൊണ്ട് പ്രതികാരം ചെയ്ത നാറിയോ? സ്വന്തം കെട്ടിയോടെ അമേരിക്ക പറഞ്ഞു വിട്ടിട്ട് ആ കാച്ചു കൊണ്ട് സൂചിച്ച് ജീവിക്കുന്നവരല്ല. നാണം ഉണ്ടാ നിനക്ക്? എന്നിട്ട് നീ എന്നെ കുറ്റം പറയാൻ പറ്റാ? വായന വിളിച്ചേ, നാക്കണ്ടല്ലോ, തിരിച്ചു പറ. സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ വല്ലതും പറയാൻ നിൽക്കുന്നത്? ആരാ സാധനം കണ്ടത്? ഞാനാ കണ്ടത്. അതല്ല, നീ കിണറിന്റെ സാധനം ആരാ കണ്ടത്? അത് ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് കുത്തിയ കിണറാണല്ലോ. അന്ന് സ്ഥാനം കണ്ടത് വാസുദേവ മേശ്ശേരി. അത് പറ. വെള്ളം അടിച്ച് കറങ്ങി കിടക്കുന്ന പുള്ളി വീട് പോലെ എവിടെ അറിയാൻ പല പുള്ളിയാണ് ഇതിന് വന്ന് സാധനം കാണുന്നത്. ശരിയല്ല, എന്റെ അപ്പൂപ്പനാണെന്നെങ്കിൽ ഉണ്ടല്ലോ, ഇതിനകത്ത് വെള്ളം കിടന്ന് കുമിഞ്ഞനെ തിളച്ച് മറിഞ്ഞാനെ. പിന്നെ അസാമാന്യം കിടന്ന ആളാ പുള്ളി. ഈ ഭൂമിയിലോട്ട് ഇങ്ങനെ ചെവി വെച്ചിട്ട് ആ നീരുറവ് ഇങ്ങനെ അങ്ങനെ ശബ്ദം കേട്ട് കണ്ടുപിടിക്കുന്ന മനുഷ്യനാ. അങ്ങനെ സാധനം കണ്ടുപിടിക്കും. എന്നാ നമുക്ക് അപ്പൂപ്പനെ വിളിക്കാം. വിളിക്കാൻ ഒക്കില്ല, ആളിപ്പോ ഇല്ല. എവിടെ പോയി? ഈ നീരുറവ കണ്ടുപിടിക്കാൻ വേണ്ടി ചെവി ഇങ്ങനെ വെച്ചില്ലേ, അപ്പൊ ഉരുളോട്ട് മലവെള്ളം വന്ന് എടുത്തോണ്ട് അങ്ങ് പോയി. അങ്ങനെ പ്രകൃതി ലയിച്ചങ്ങ് വ്യാപൂപ്പൻ. ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം വേണമല്ലോ. വെള്ളോ? ഇവിടെ ഞാൻ വെള്ളം കുടിക്കാറില്ല, എനിക്ക് കോള. അതെ, അവന് നല്ല കോള. അവന്റെ ഭാര്യ അമേരിക്കയിലല്ലേ, വെറുതെ ഇരുന്ന് തിന്നാ മതി. നല്ല കോള. അതല്ല മേസ്ത്രി, എനിക്ക് കുടിക്കുന്നത് കോള, കൈ കഴുകുന്ന കോള, പിന്നെ പല്ല് തേക്കുന്ന കോള. എന്തിനേറെ പറയുന്നു, ഞാൻ കക്കൂസിൽ കൊണ്ടുപോകുന്ന പോലെ കോളയാ. അയ്യോ, അപ്പൊ പതഞ്ഞു കയറത്തില്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ. അല്ല, ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമല്ലോ. അച്ഛൻ ചോദിച്ചിട്ട് വെള്ളം മേടിച്ചോണ്ടോ? എന്റെ പട്ടി ചോദിക്കും. പട്ടി മാത്രം വെള്ളം കുടിച്ചാൽ അച്ഛനും കുടിക്കണ്ടേ? ചെല്ലേ മേടിര്. വേണ്ട, എനിക്ക് പറ്റൂല. പറ്റില്ല. എന്നാ ഞാൻ പോകാം, ഞാൻ പോയി മേടിക്കാം വെള്ളം. നിക്കവിടെ. മേടിക്കണ്ടേ? ഈ കലം കൂടെ കൊണ്ടുപോകും. ഞാൻ കഞ്ഞി വെക്കാനോ? നിങ്ങളെ കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് കുടിക്കാൻ. നമ്മൾ വെച്ച് വെള്ളം മേടിപ്പിക്കാൻ വഴി കൊണ്ട് അടി മേടിക്കുവാണല്ലേ? ചേട്ടാ, കുറച്ച് വെള്ളം വേണമല്ലോ കുടിക്കാൻ. വേണമെങ്കിൽ ഒരു ഗ്ലാസ് തരാം. കലവിട്ട് വന്നാ ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ ഗ്ലാസ് മതി. പക്ഷെ ബാക്കി വെള്ളം പുള്ളിക്ക് വേണം. എന്നാ കലം തന്നത്. നിങ്ങൾക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം തരാം, പക്ഷെ അയാൾക്ക് ഞങ്ങൾ വെള്ളം തരൂല. അയാളെ ഒരു കൾച്ചർ ഇല്ലാത്ത ആളാ. ആ പറഞ്ഞ കിട്ടിയില്ല ഇങ്ങോട്ട്. അയാൾ ഒരു വിവരം ഇല്ലാത്ത ആളാന്ന്. അയാൾ എന്റെ ചേട്ടൻ പണിക്ക് പോയി കഴിയുമ്പോ ആ വെയിലിക്ക് നിന്നിട്ട് എന്നെ വെള്ളറക്കല പരിപാടി. അതായത് സംഭവം അറിയോ, ചേച്ചിയെ കാണുമ്പോ സിപ്പപ്പാട്ട് തോന്നുന്നു. അതല്ല, അയാളുടെ ഭാര്യ അങ്ങ് അമേരിക്കയിലല്ലേ, അതിന്റെ ചൊരിക്ക അയാൾക്ക്. ഓ പിന്നെ മേശ്ശേരി, വിശപ്പുണ്ടെന്നുള്ളത് സത്യ. എന്ന് കരുതി ആരെങ്കിലും വിഷം മേടിച്ചു തിന്നോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഭാര്യയുടെ വിഷം ഒന്നും വിളിച്ചാണ്ടല്ലോ. ചേട്ടാ, കുറച്ച് വെള്ളം താ. വെള്ളം കുടിക്കാൻ തരാം. ആവശ്യം കുടിച്ചിട്ട് നിങ്ങൾ കുടിച്ചിട്ട്
ലിസം മേശിരി അല്ല സുന്ദരം മേശരി അതല്ല ശ്രദ്ധിക്കും മേശിരി. സത്യം പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവര് ഈ പൊട്ടക്കിണറ്റിലെ തവളകളാ. ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ നാടത്ത് കണ്ടിട്ടില്ല. എന്റെ ചേട്ടൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. സൗദി അറേബ്യയിലായിരുന്നു. എന്റെ ചേട്ടൻ അവിടെ വലിയ ജോലിയായിരുന്നു. ഒട്ടകത്തിന്റെ നഖം വെട്ടണം ക്യൂട്ടസ്. അയ്യോ ഗസറ്റഡ് റാങ്ക് ആണല്ലോ. പിന്നെന്ത് കളഞ്ഞിട്ട് വന്നത്? ചൂടാ ആ സത്യം ഭയങ്കര ചൂടാകും. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പണിയെടുക്കാമെന്നെങ്കിൽ അയലോക്കാരുമായിട്ടുള്ള സമ്പർക്കം വേണ്ട. നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്. വെള്ളം വരട്ടെ. പണിയെടുക്കാൻ നോക്ക്. പണിയെടുക്കാൻ നോക്ക്. ഒരു മിനിറ്റ്. ആ സൈഡ് കുത്തി തലയൊന്നും ഇടിക്കരുത് സൂക്ഷിച്ചിറങ്ങണം. തലയിടിക്കില്ലെന്ന് പറഞ്ഞതാ. ഇത് പറ്റി ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് വെള്ളവും പുല്ലൊന്നും കാണാക്കില്ല. അടി നിറച്ച് പാറയാണ്. അതുകൊണ്ട് ഇന്നത്തെ പണി സമയം കഴിഞ്ഞ് നമുക്ക് പോവാം. പാറയാണെങ്കിൽ കുറച്ച് വെടി കിട്ടിയാ വെടിയുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. ഇത്രയും കാശ് മേടിച്ചിട്ട് ഇവിടെ നിന്ന് വെള്ളം കാണിക്കാൻ പോകാൻ പറ്റില്ല. എന്റെ ലിസമ്മയുടെ ഡോളറെ ആ കെന്റകത്ത് കിടക്ക. വെള്ളം കാണിച്ചില്ലെങ്കിൽ ഇന്ന് നോക്കിക്കോ. ഇല്ല ഞങ്ങളെ പിക്കാസാനത്ത് കിടക്കാം. അതെടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ. പിക്കാസെടുത്തിട്ട് പോവാം. ആക്രാന്തം കാണിക്കല്ലേ? പിന്നെ ആവശ്യമില്ലാത്ത പരിപാടികൾ. നീ ഇറങ്ങ. തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ കിണറ്റിനകത്ത് ചാടി ഞാൻ മരിക്കും. കാലുമാറ്റ് വെള്ളം കണ്ടേ. നിറച്ച് വെള്ളം. വെള്ളത്തെ പൊക്കി വരുന്നു. എനിക്ക് സന്തോഷമായി. എനിക്ക് ഹാപ്പിയായി. എനിക്ക് സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കുത്തിയ കെട്ടിയത് വെള്ളം വരുന്നത്. ഞാൻ കുത്തിയ കെട്ടി എന്നൊക്കെ കുടിച്ച് കൂടുക സാറിനാ ചെയ്യുന്നു. സന്തോഷം കൊണ്ട് നിൽക്കാമേ അച്ചായ. ഇതാ മേശരി പറഞ്ഞ കൂടുതൽ കാശുണ്ട്. മേശരി വെച്ചോ. നമ്മുടെ കിണറ്റിലെ വെള്ളം കുറഞ്ഞു വന്നേ. വെള്ളം കുറഞ്ഞു വന്നു. ശരിയാണല്ലോ, കുറഞ്ഞു പോകുകയല്ലോ. നോക്കിക്കോ ഇവിടെ. ഇവിടെ വെള്ളം കേറി വരുന്നത്. ഇവിടത്തെ വെള്ളം കുറഞ്ഞു നമ്മുടെ ഇവിടെ വെള്ളം തീർന്നോ? ഇവിടെ ആവശ്യത്തിനുണ്ട്. അയ്യോ ഇവിടെ എട്ടറിങ് വെള്ളം. ഇതെന്റെ വെള്ളം. നിന്റെ വെള്ളം എന്ന് പറയാൻ ആ വെള്ളം നിന്നെ നോക്കി രതീഷ എന്ന് വിളിച്ചാടാ. മേസലി സത്യം പറ, എന്താ സംഭവിച്ചത്? എന്റെ കിണറ്റിൽ കിടന്ന് വെള്ളമാണ് ഇപ്പോഴത്തെ ഭൂമി ഉരുണ്ടതാണല്ലോ. അപ്പൊ വേലിയേറ്റം വരുമ്പോ കേറി ഇറങ്ങി വെള്ളം. ഞാൻ ഒന്നും കാണിച്ചില്ല. വെള്ളം പിന്നെ അവിടെ വന്ന് അപ്പുറത്ത് പോയി. ഞാൻ നമ്മട്ടി എടുക്കാൻ ഇറങ്ങില്ലേ. നമ്മട്ടി എടുത്തപ്പോ എനിക്ക് അവനോട് ദേഷ്യം തോന്നി. അപ്പൊ ഇത്തിരി ആഞ്ഞൊരു വെട്ടി ആട്ട വരുന്നറാ വെള്ളം. അങ്ങനെയാണ്. അത് മേസരി എന്റെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്ന അതുപോലെ വെള്ളം അതിനകത്ത് വരണം. തിരിച്ചു വരാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു കുത്തി കൊടുക്കണം വെള്ളം. പിന്നെ കുറച്ചുകൂടെ ആഴത്തിൽ കുഴിച്ച വെള്ളം വരും. കുടിക്കണം. എനിക്ക് വെള്ളം വേണം. പക്ഷെ ചെലവുണ്ട്. കാശ് മേടിച്ചോ. എന്നാ ഉള്ളത് മൊത്തം എടുത്തോ. വൈകുന്നേരത്തുള്ളിൽ എന്റെ കിണറ്റിൽ വെള്ളം വേണം. നന്നായിട്ട് താഴ്ത്തി കേട്ടോ. നമ്മുടെ കെട്ടി ഇഷ്ടം പോലെ വെള്ളമാണ്. കേറിക്കൊണ്ടിരിക്കുക. നീ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോടി. നാട്ടിലോട്ട് പാടി നോക്കടി. വെള്ളം കേറി ഇറങ്ങി. അയ്യോ എന്റെ കെട്ടിൽ വെള്ളം കാണാനില്ല. ഇവിടത്തെ കെട്ടിലെ വെള്ളം ഇറങ്ങി. അപ്പൊ നമ്മുടെ കെട്ടി വന്ന് കാണും. അയ്യോ ഇവിടെ ഇല്ല വെള്ളം. ഇവിടെ വന്നിട്ടില്ല. അവിടെ വന്നോ? അതെ താനിവിടെ വാടോ. മേസ്ത്രി സത്യം പറ, ഇത്ര നേരം എന്റെ കെട്ടിൽ വെള്ളം ഉണ്ടായിരുന്ന. പക്ഷെ ഈ രണ്ട് കെട്ടിൽ ഇപ്പൊ വെള്ളമില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും കെട്ടിലെ വെള്ളം എവിടെ പോയി മിണ്ടാനോ? കാണിച്ച വെള്ളം എന്തിയാടാ? എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മച്ചിയാണ് എനിക്ക് വരുന്നവൻ. എടാ നിന്റെ ഒടുക്കത്തെ കണ്ണു കാരണം ഞങ്ങളുടെ കെട്ടിൽ വെള്ളം പറ്റിപ്പോയി. എനിക്കൊന്നും നിന്റെ വെള്ളം വേണ്ട. എന്റെ കിണറ്റിലോട്ട് വന്നോക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഞാൻ അങ്ങോട്ടെങ്ങാണ് കിണറ്റിൽ വെള്ളം എടുക്കാനായിട്ട് വന്നോണ്ടല്ലോ കാല് വാരി തറയടിക്കും. വെള്ളം വെച്ച് അഹങ്കരിക്കരുത്. പാലം കിട്ടും. എടാ എന്റെ മേസ്ത്രി സത്യം പറ, ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ രണ്ടുപേരുടെയും കിണറ്റിലെ വെള്ളം എങ്ങനെ മനോജിന്റെ കിണറ്റിൽ ചെന്നു? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഭൂമി ഉരുണ്ടതല്ലേ? നോക്കിക്കൊണ്ടിരിക്കാതെ ഇയാളെ ഉരുട്ടിയെടുത്ത് കിണറ്റിട. എന്നെ എടുത്തിട്ടുണ്ട, ഞാൻ തന്നെ ചാടിക്കോളാം.
അയ്യോ മോഹൻലാൽ നനങ്ങി അനങ്ങി വന്നിരുന്നേ നമുക്ക് സ്കിറ്റും തുടങ്ങായിരുന്നു. ഉർവശി മോഹൻലാലിന്റെ ഫിഗർ ഒക്കെ അല്ലേ? കൊള്ളാം. പക്ഷെ ഉർവശീനെക്കാട്ടിലും ഹൈറ്റ് കുറഞ്ഞ മോഹൻലാലിനെ ഞാൻ ആദ്യമായിട്ട് 250 രൂപയ്ക്ക് ഈ മോഹൻലാലിനെയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെന്താടി പറഞ്ഞേ മുന്തിരിക്കള്ളിന് കയ്പാണെന്നോ? എന്നാ കയ്പിന്റെ രസം നീയും കൂടെ അറിയണം. മുന്തിരിക്കള്ളിന് കയ്പാണ്. ഇവിടെ വെച്ചിരുന്ന മുന്തിരിക്കള്ളി സ്ഥലം മാറിപ്പോയി. അവിടെ എന്തുവാ ചെയ്യുന്നേ? കിട്ടി കിട്ടി കിട്ടി. മുന്തിരിക്കള്ളിന് കയ്പാണ്. കടിച്ചോ കുടി കുഴിയാരോട്ട് ഉയരം കുറയുന്തോളും കള്ളിന്റെ സ്വാദും കൂടും. വേറെ ഞാൻ പറയണം അതൊക്കെ അങ്ങോട്ട് വേണ്ട. എനിക്ക് ഇനിയും വേണം. ഇനിയും താ. പിന്നെ ആകെ ഒരു ഉപ്പ് കള്ളു കൊണ്ട് എനിക്ക് വൈകുന്നേരം വരെ കൂച്ചണ്ടേ. മുട്ടനാടിന്റെ ചങ്കിലെ ചോരയാണ് എന്റെ ജീവൻ ടോൺ. മട്ടനൊക്കെ നല്ല വിലയല്ലേ? ഒരു ആടിനൊക്കെ എങ്ങനെ മേടിക്കുന്നത്? ഇറച്ചിക്കല്ലയോ വില, അതുകൊണ്ടല്ലയോ ചോര കുടിക്കുന്നത്. ചോര കിട്ടിയില്ലെങ്കിലോ ബീട്രൂട്ട് പിഴിഞ്ഞ് അതിന്റെ ചാറ് വലിച്ച കുടിക്കും. ഇത്തിരി കയ്പാണ്, എന്നാലും ടെസ്റ്റ് ചെയ്യും. പിന്നെ തോമയുടെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ ഇവിടെ മെറ്റലടിക്കാൻ വന്നത്. എന്റെ ഈ പാറക്കോറയിൽ മെറ്റലടിക്കാൻ വന്നാൽ എന്റെ കളിക്കൂട്ടുകാരിക്ക് ഞാൻ എന്ത് തരണം? എനിക്ക് ആശാന്റെ മുഖത്ത് അടിക്കല്ലേ. അയ്യോ അതല്ല, ആശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. അയ്യോ എന്തോ ആലോചിക്കുന്നേ? ഈ സമയത്ത് ഒരു മ്യൂസിക് വീഴണ്ട, അത് വീണില്ല. അയ്യോ കള്ളൊക്കെ കുടിച്ച് കണ്ണൊക്കെ ചുമന്നിരിക്കുന്നേ. വെറുതെ അല്ല കണ്ണടയും വെച്ചോണ്ട് നടക്കുന്നേ. ഇതെന്റെ പുതിയ റൈബാൻ ഗ്ലാസ്. ഇത് നീ ചവിട്ടി പൊട്ടിച്ച നിന്റെ കാല് ഞാൻ പെട്ടും. കുറ്റിക്കാടനോ? സാധാരണ ഇടയിലോ കുറ്റിക്കാട് നേരത്ത് പറയാനുള്ളതാണ്. കുറ്റിക്കാടില്ലാത്തോണ്ട് ഉറവശി എടുത്തങ്ങ് പറഞ്ഞു എല്ലാം അഡ്ജസ്റ്റ്മെന്റ്. അയ്യോ സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. സന്ധ്യയായി. എനിക്ക് വീട്ടിൽ പോയിട്ട് വിളക്ക് കത്തിക്കാനുള്ളതാ. ഒറ്റയ്ക്ക് ആരെങ്കിലും വിളക്ക് വെക്കൂ? ഞാൻ കണ്ണാടി ഒന്നും ഇരിക്കും. ഇത്രയും പെട്ടെന്ന് നേരം വിളിത്താ? അയ്യോ ലോക തോൽവിയെ കൊണ്ടാണല്ലോ ഞാൻ മെറ്റിലടിക്കാൻ കൊണ്ടുവന്നത്. പിന്നെ ധാരണ കണ്ണടയെന്നാ പറഞ്ഞേ? ഇത്തമ്മയുടെ കണ്ണട. പിന്നെ ഇതിൽ എഴുതി വെച്ചേക്കുന്ന രമണിയുടെ ആണല്ലോ. അയ്യോ അത് റൈബാൻ എന്താ പിന്നെ തോൽവിയാന്ന് തെളിയിച്ച്. അല്ലേലും തോമയുടെ വാക്ക് കേട്ട് ഇവിടെ മെറ്റലടിക്കാൻ വന്ന എന്നെ പറഞ്ഞോളാം. എന്നാ പിടിച്ചോ. തുളസി നീ വേഗം പോയി മെറ്റലടിക്ക്. എനിക്ക് വൈകുന്നേരം ലോഡ് കയറ്റമുള്ള. പണ്ട് ആ സിൽക്ക് സ്മിത മെറ്റലടിക്കാനുള്ളപ്പം ലോഡ് കയറ്റ ഭയങ്കര ത്രില്ലായിരുന്നു. എന്റെ കോറില് മെറ്റലടിക്കണ പൊന്നെ പെണ്ണെ തുളസി. പെണ്ണിന്റെ തല്ലില് പാറയുടെ ചീളുകൾ തെറിച്ച് എന്റെ മനസ്സിൽ. മുതലാളി ആദ്യം തരാനുള്ള കൂലി തരൂ, വീടിന്റെ ലോണ് പെൻഡിങ്ങില. കണ്ടാലോ റൈബാൻ ഗ്ലാസിന്റെ സ്റ്റൈലിൽ വരും, മുണ്ടൂരി നല്ല തല്ല് തരും. പൊട്ടൻ നല്ല തോമ. ചില്ലടി 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 മിറ്റല് തുളസി. നിന്റെ തുളസി വരുന്നില്ലേ ഇങ്ങോട്ട്? അല്ലെ എന്നെ എണ്ണയിട്ട് തിരുമല ഈ പാട്ട് സീനി. എണ്ണയിട്ട് ചവിട്ടി തിരുമത്തുള്ളായിരുന്നു. ഞാൻ ചവിട്ടി അങ്ങ് മെതിക്കും. എഴുന്നേറ്റ് പോ. അല്ലൊരു തോമയ്ക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പണ്ട് ക്ലാസ് റൂമിൽ ഉപ്പുകല്ലിന്റെ മുകളിൽ മുട്ടുകുത്തി നിന്നപ്പം ഞാനല്ലേ നെല്ലിക്ക കൊണ്ട് വന്നത്. ഉപ്പുകല്ലിന്റെ മണ്ടയ്ക്ക് മുട്ടുകുത്തി വേനെടുത്തേക്കുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം അല്ലേ കൊണ്ടു തരണ്ടേ? അല്ല ഉപ്പിന് നെല്ലിക്കല്ലേ കോമ്പിനേഷൻ. തുളസി നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ ബാലുവിന്റെ കോമ്പ് സൂത്തി ഇറക്കിയത്? അയ്യോ പാവം ബാലു. അന്ന് അവന്റെ കൈ വേദനിച്ചപ്പം ഞാനാ പോയി തടവി കൊടുത്തത്. ഭാഗ്യം അന്ന് ഞാൻ അതിന്റെ ചന്തിക്ക് കോമ്പ സൂത്താനത്. കുറ്റിക്കാടൻ വന്നിട്ടുണ്ട് എന്റെ റൈബാൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കാന്. അതവിടെ വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണേ. കുറ്റിക്കാട ചവിട്ടി പൊട്ടിക്കാൻ എന്റെ റൈബാൻ ഗ്ലാസ് ഇല്ല. അല്ല സാധാരണ സ്പടികൻ ജോർജിന് ഒരു 6 അടി പൊക്കമൊക്കെ കാണും. ഇതെന്തോന്ന് 3 അടിയുള്ള? ഈ തോമയ്ക്ക് 3 അടിയല്ലേ ഉള്ളൂ. ഞാൻ എന്റെ 6 അടി 3 അടി വീട്ടിൽ വെച്ചിട്ട് വന്നു. അപ്പൊ ഒരേ ഹൈറ്റ് ആയില്ലേ? എന്റെ കയ്യിൽ നിന്ന് നിനക്കൊരു 3 അടി കിട്ടുന്നുണ്ട്. നിനക്കിത് വേണോടാ? പൈസക്കാണെങ്കിൽ എനിക്ക് വേണ്ട, ഫ്രീ ആയിട്ടാണെങ്കിൽ എടുത്തോളാം. അതല്ലടാ നിനക്കെതിരെ ഒരു കേസുണ്ട്. എന്ത് കേസാ? നിന്റെ അപ്പൻ ചാക്കോ മാഷിന്റെ കൈവെട്ടിയ കേസ്. ചട്ടിന്റെ കൈവെട്ടിയ കേസ് കൊടുക്കും. എടാ തോമാ
എന്നെ ഞാൻ കൊണ്ടുപോവാ. എടി നീ ഒരുങ്ങിക്കോ. നീ അങ്ങോട്ട് വന്നു ഒരുങ്ങിക്കോളാൻ പറഞ്ഞു നമുക്ക്. അയ്യോ പുള്ളി നമ്മളെ ടൂറിന് കൊണ്ടുപോവല്ല. കുറ്റിക്കട എന്നെ മുണ്ട് പറിച്ചടി നിർത്തിയോണ്ട് നിനക്ക് നല്ലത്. എന്താണ് നീ മുണ്ട് പറിച്ചടി നിർത്തിയത്? അതിനായിട്ട് ജംഗ്ഷനിൽ മുണ്ട് പറിച്ചടി നിർത്തി. ഞാൻ നോക്കിയപ്പോ നാട്ടുകാരെല്ലാം ഭയങ്കര ചിരി. അടി കൊണ്ടവനും കടന്നങ്ങ് ചിരിക്കുന്നു. അതെന്തിനി? അടിയിൽ നിക്കറിട്ടില്ലായിരുന്നു. തോമച്ചമ്മി നാണം കിട്ടുപോയി. എടാ നീയല്ലടാ സോമശേഖരൻ സാറിന്റെ വീട്ടിൽ നിന്ന് മുട്ടനാട് മോഷ്ടിച്ചത്? കുറ്റിക്കട ഞാൻ ഇപ്പൊ മുട്ടനാടിന്റെ ചങ്കിലെ ചോറ് കുടിക്കുന്നതൊക്കെ അങ്ങ് നിർത്തി. നീയല്ലേടി അത് ചെയ്തത്? അയ്യോ ഞാനല്ല സാറേ. ഇങ്ങോട്ട് മാറിയില്ലടാ. നിന്നോടൊരു പ്രത്യേകം പറയണം. ഇങ്ങോട്ട് മാറിയില്ലടി. ഞാൻ തെളിയിക്കാൻ പോവാണ്. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വന്നു. 1 2 3. ആഹാ കുറ്റിക്കട അപ്പൊ നീയല്ലേ ചെയ്തത്? ഞാനല്ല. എടാ സർക്കാരിന്റെ അതിന് പൈസ കിട്ടുന്നല്ലടാ. എന്തിനാണ് ഈ വെല്ലവന്റെ മോട്ടിക്കാൻ പോകുന്നത്? വെല്ലം മേടിച്ചാ പോരെ ആടിഞ്ഞേക്ക്. ഞാൻ മുമ്പേ നിനക്കൊരു 3 അടിയുടെ കണക്ക് പറഞ്ഞായിരുന്നു. അതിലെ ആദ്യത്തടി ഞാൻ ഒറ്റയടിക്ക് പൂന്തോട്ടത്തിലെത്തിയ. പൂന്തോട്ടത്തിലോ? ആ ഒറ്റയടിക്ക് കണ്ണുന്നു പൊന്നി ചേർക്കണ്. എടാ തോമാ എന്നെ അടിക്കുമല്ലോടോ. അയ്യോ ഈ തോമയുടെ നേർക്ക് കൈവെക്കുന്നോടാ. എടാ കുറ്റിക്കട നീ തോമയുടെ മുണ്ട് പറിച്ചടി കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കണ്ടോടാ. പണ്ട് ജംഗ്ഷനിൽ നാണം കെട്ട ഓർമ്മ ഉണ്ടല്ലോ. ഇപ്രാവശ്യം നിക്കറിട്ടിട്ടുണ്ട്. കുറ്റിക്കട എന്റെ പേര് നീ കള്ളക്കേസ് ഉണ്ടാക്കുമല്ലോടാ. അയ്യോ രക്ഷിക്കണേ, എന്നെ കൊല്ലല്ലേ. ഇതൊന്ന് മാറ്റി. അയ്യോ എന്നെ കൊല്ലല്ലേ. കുറ്റിക്കാട് ഞാൻ നിന്നെ അടിക്കൊന്നും ചെയ്തില്ലല്ലോ. മുണ്ട് തലവഴി ഇട്ടുള്ളല്ലോ. പിന്നെന്തിനാ നീ കൊല്ലല്ലേ എന്ന് പറയുന്നേ? നീ മുണ്ടുരിഞ്ഞ് അടിക്കുന്ന ആളാണ് എനിക്കറിയാം. നീ മുണ്ടുരിഞ്ഞ് അടിക്കുന്നതിന് മുമ്പ് ഈ മുണ്ടുരിഞ്ഞൊന്ന് അലക്കിക്കൂടെടാ. പോയി മെറ്റിലടിക്കടി. ഹലോ ഹലോ വെൽക്കം പോലീസ് സാർ. പോലീസ് പോലീസിന്റെ ഫുൾ ഫോം പറയും. ആദ്യം പോലീസിന്റെ ഫുൾ ഫോം പറയും. വാ പറ. എനിക്കറിയില്ല. എന്നാലും അറിയാവുന്ന പറ. പോലീസ് ആ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. തീപുരി ഞാൻ കിട്ടാറ് പ്ലീസ്. ആ തീപുരി ഇട്ട് കേൾക്കണം. ഒന്നിട്ട് പറ. പോലീസ് മീൻസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പൊ കാണാൻ ഓരോ തവണ ഓരോ രൂപത്തിലും ഭാവത്തിലും അവൻ തന്നെയാണ് ഇത്. എന്റെ പൊന്നെ അവനെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇനി വേണോ മനസ്സിലാക്കാൻ? ശ്രീനേട്ടനായിട്ട് വന്ന ആള്. ഇനി ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് നീ കവിത കൊണ്ടുവന്നിട്ട് കവിത പാട്ട് എടുക്കണ്ട. ഇപ്പൊ വേണ്ട. ഉണ്ട്. എല്ലാം ഇവിടെയാ. വെയിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇരിക്കട്ടെ. അല്ല എന്നാലും വേണ്ട. നീ അതവിടെ വെക്ക്. ഞാൻ ഇവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എത്താം. സമാധാനേ. ഇന്നത്തെ ഇവരുടെ ഈ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ഗംഭീരമായിരുന്നു മക്കളെ. കാരണം ഈ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോഴത്തേന് അതിലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. നിങ്ങൾ ആ ക്യൂട്ട്നെസ് നിലനിർത്തി, അതുപോലെ തന്നെ ആ ക്യാരക്ടറിനോട് 100% ആത്മാർത്ഥം കാണിച്ചു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഗ്രേറ്റ്. ഞങ്ങളല്ല, നിങ്ങളാണ് മാസ്റ്റേഴ്സ്. അതെ. അമ്മയുടെ പെർഫോമൻസ് ഇതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ രണ്ടുപേരും? അമ്മയെ നന്നാ അടിപൊളിയായിട്ട് അഭിനയിക്കും. പക്രുചേട്ടാ ഡബ് സ്മാഷ് ഒക്കെ കിടിലായിട്ട് അമ്മയെ ചെയ്യും. പിന്നെ നല്ലതായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചില്ലേ. അമ്മയുടെ ഒരു ചെറിയ പെർഫോമൻസ് നമുക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ബാക്കി 2 ചേട്ടന്മാർ എന്തായാലും അമ്മയുടെ പെർഫോമൻസ് കണ്ടിട്ടില്ല. ഡബ് സ്മാഷ് ചെയ്താലോ? എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണു. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പൊ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ. അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ? അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. അവിടെയായിരുന്നു മത്സരം. എന്തായിരുന്നു ചെയ്തത്? പക്ഷെ അമ്മയായിട്ട് ഈ എലീനയ്ക്ക് വരായിരുന്നു. ആ അമ്മയായിട്ട് അല്ലേ? ഇനി അടുത്ത തവണ അമ്മ നമുക്ക് 3 പേർക്കൂടെ ചെയ്യാം. ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര സുന്ദരിയായിരുന്നു അല്ലേ? ഭയങ്കര രസമായിരുന്നു മക്കളെ. ഗംഭീരം. നിങ്ങൾ പക്ഷെ ബിബിൻ ചേട്ടന്റെ പെർഫോമൻസ് കണ്ടായിരുന്നോ? അതൊക്കെ
അതിലൊന്നും വലിയ താല്പര്യമില്ല. ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരി, അടുത്തായിട്ട് നമ്മൾ പോകുന്നു. റാപ്പ് അല്ല, കവിതയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കോമഡി മാസ്റ്റേഴ്സിനാണ്. കോമഡി മാസ്റ്റേഴ്സിൽ വന്നപ്പോൾ പൊട്ടിച്ചിരിയുടെ പൊടിപൂരം ജഡ്ജസും ആങ്കറും പൊട്ടി പൊട്ടി ചിരിച്ചല്ലോ. നാട്ടുകാരും കൂട്ടുകാരും കോമഡി കണ്ട് ചിരിച്ചല്ലോ. കുട്ടികളായ നമ്മളെല്ലാം കോമഡി മാസ്റ്റേഴ്സിൽ പൊന്നാണ്. കോമഡി മാസ്റ്റേഴ്സിൽ വന്നാൽ പിന്നെ സന്തോഷത്തിൽ ആറാടാം. ഇത് റാപ്പായിരുന്നല്ലോ, കവിതയല്ലായിരുന്നല്ലേ? കവിതയായിരുന്നോ? കവിതയല്ലേ? അവൻ കവിതയായിട്ടാണ് വായിച്ചത്, മ്യൂസിക് മാറ്റി കളഞ്ഞവര്. നീ ഒന്നും കവിതയായിട്ടൊന്ന് സ്ലോ ആയിട്ട്. കോമഡി മാസ്റ്റേഴ്സിൽ വന്നപ്പോൾ പൊട്ടിച്ചിരിയുടെ പൊടിപൂരം ജഡ്ജസും ആങ്കറും പൊട്ടി പൊട്ടി ചിരിച്ചല്ലോ. നാട്ടുകാരും കൂട്ടുകാരും കോമഡി കണ്ട് ചിരിച്ചല്ലോ. കുട്ടികളായ നമ്മളെല്ലാം കോമഡി മാസ്റ്റേഴ്സിൻ പൊന്നാണ്. കോമഡി മാസ്റ്റേഴ്സിൽ വന്നാൽ പിന്നെ സന്തോഷത്തിൽ ആറാടാം. ഇനി അത് മാപ്പിളപ്പാട്ട് പാടാൻ പറഞ്ഞാലും പാടും. അത് പറ്റുവാടാ? അത് പറ്റില്ല. പറ്റുവാടാ മാപ്പിളപ്പാട്ട്? ഈ പാടി തരുന്നോ കോമഡി മാസ്റ്റേഴ്സിൽ വന്നപ്പോൾ പൊട്ടിച്ചിരിയുടെ പൊടിപൂരം ജഡ്ജസും ആങ്കറും പൊട്ടി പൊട്ടി ചിരിച്ചല്ലോ. നാട്ടുകാരും കൂട്ടുകാരും കോമഡി കണ്ട് ചിരിച്ചല്ലോ. കുട്ടികളായ നമ്മളെല്ലാം കോമഡി മാസ്റ്റേഴ്സിൽ പൊന്നാണ്. കോമഡി മാസ്റ്റേഴ്സിൽ വന്നാൽ പിന്നെ സന്തോഷത്തിൽ ഞാനല്ല, ഇതാരെ വന്നേക്കണേ നോക്കിയേ. വായോ, നല്ല ഷർട്ട് അല്ലേ? വായോ ചേട്ടാ, വെൽക്കം. എന്റെ പൊന്ന് സ്നേഹിതൻ ചേട്ടാ, വന്ന് നിക്ക് ഇങ്ങോട്ട് വന്ന്. അവളെ ഇപ്പുറത്ത് നിർത്തിയിട്ട് അപ്പുറത്തേക്കാമോ? എന്റെ ദൈവമേ, പിരിയാൻ പറ്റില്ല. നമസ്കാരം. അറിഞ്ഞു കാണും അല്ലേ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിങ്ങളുടെ സ്നേഹം ഭയങ്കര വൈറലായിരുന്നു. ഭയങ്കര നാണം അവിടെ തന്നെ നിക്കുക. ഞാൻ പറഞ്ഞു നമ്മുടെ എത്ര പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തന്നവർ അവിടെ ഇരിക്കുന്നത്, എന്തിനാ നാണിക്കണേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മണിക്കണ്ണൻ ചേട്ടാ, ഇവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് സ്നേഹജൻ ചേട്ടൻ, ഇത് പ്രേമജ. ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ലവിങ് ആണ്. പേര് പോലെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയോടുള്ള സ്നേഹം എങ്ങനെ പറയും, ഇങ്ങനെ ഒരാളുണ്ടോന്ന് തന്നെ നമ്മള് അത്ഭുതപ്പെടും. ഞാൻ കണ്ട് അടുത്തേ നിക്കുള്ളൂ, പെൺകുട്ടികളുടെ കൈ തൊടുന്നില്ല. അയ്യോ, ഭയങ്കര ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ 24 മണിക്കൂറും എന്റെ പുറകെ ഇങ്ങനെ അങ്ങ് നടക്കും. ഞാൻ എവിടെ പോയാലും അതിന്റെ ഒക്കെ പുറകെ ഇങ്ങനെ നടക്കും. പക്ഷെ ഒരു ഗുണം ഉണ്ടായി കേട്ടാ, ഞങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അങ്ങ് സ്നേഹിച്ച് സന്തോഷം ജീവിക്കുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമാധാനം. അല്ല, അപ്പൊ ഇപ്പോഴും പണിക്കൊന്നും അങ്ങനെ പോകുന്നൊന്നും ഇല്ല, ഇങ്ങനെ ഫുൾ ടൈം കൂടെ തന്നെയാണോ? പണി എന്ന് പറഞ്ഞാ അതൊക്കെ കണക്കാണ്. അങ്ങനെ ഇത് പറയരുത്. കാരണം വെച്ചാൽ 21 പേരുടെ രാവിലത്തെ വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ് ഞാൻ. 21 പേരുടെ വലിയൊരു കാര്യമാണല്ലോ. ഫാക്ടറിയോ കമ്പനിയോ അങ്ങനെ വല്ലതും ആണോ? ഫാക്ടറി കമ്പനി ഒന്നും അല്ല. ഫാമിലിയിൽ 21 പേരുടെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. വലിയ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പുള്ളിക്കാരത്തിന്റെ കാര്യം നോക്കിയതിന് ഇത്ര ബുദ്ധിമുട്ട്. അതെ, അതെന്ന് വെച്ചാൽ നമുക്ക് 21 പേരടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫുൾ അഡ്മിൻ ചേട്ടനാണ്. അപ്പൊ അതിന്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. രാവിലെ ഗുഡ് മോർണിംഗ് അയക്കും, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ അയക്കും, രാത്രി ഗുഡ് നൈറ്റ്. പിന്നെ എല്ലാരും പൂക്കൾ അയക്കുമല്ലോ, അപ്പൊ അതെല്ലാം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട് രാവിലെ തൊട്ട്. ഒരുപാട് എല്ലാം ഉണർത്തും ഉറക്കും അതൊക്കെ. പിന്നെന്ന് വെച്ചാൽ സ്നേഹം ഇവിടെ തൊട്ട് ഇവിടെ വരെ അങ്ങ് സ്നേഹമാണ്. സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുവാ. സ്നേഹം ചേട്ടന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇല്ലേ, അവിടുത്തെ ബീട്രൂട്ട് പോലെയാ. കാരണം എല്ലാത്തിലും ബീട്രൂട്ട് അല്ലേ അവിടെ.
മസാല ദോശയിലുണ്ട്, പിന്നെ വെജിറ്റബിൾ കറിയിലുണ്ട്, കട്ട്ലറ്റിലുണ്ട്. കട്ട്ലറ്റിലുണ്ട്, എല്ലാം അതുപോലെ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. പക്ഷെ തിരിച്ച് ഇവിടെ സ്നേഹം എങ്ങനെ ഇങ്ങോട്ടെന്ന് അറിയാമോ? ഇന്ത്യൻ കോഫീസിൽ ഉപ്പില്ലേ, അതുപോലെ എത്ര ഉടഞ്ഞാലും വരത്തില്ല. അങ്ങനെ ഇവിടെ അല്ല ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കാര്യം ഇങ്ങോട്ട് മനസ്സിലായില്ല. സ്നേഹത്തിന് അല്ലെ വന്നതെന്ന് പറഞ്ഞ പ്രശ്നം ഇച്ചിരി വീണ്ടുമാണ്. അല്ല പ്രശ്നം വേറൊരു തരത്തിലേക്കായി ഇപ്പം. ആണ്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂർ എന്റെ പുറകെ നടക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിട്ട് നമുക്കൊന്ന് പുറത്തു പോകാം, ബീച്ചിൽ പോകാം, പുറത്തു പോയി ഫുഡ് കഴിക്കാം. അപ്പൊ ആൾക്കൊരു ഇത്തിരി മാറ്റം വരുമല്ലോ കുറച്ച് മനുഷ്യരെയൊക്കെ കാണുമ്പോ. അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം എന്താ ഇങ്ങനെ കരട് നാണം വരുന്നു. അങ്ങനെ എപ്പോഴും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നയൻതാരയുടെ ഒരു സിനിമ കാണാൻ പോയി. പിടിച്ചു വലിച്ചാ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് സിനിമ കണ്ടപ്പോ ആളങ്ങ് ഹാപ്പി ആയി. ഇപ്പൊ എന്ന് വെച്ചാൽ 24 മണിക്കൂറും സിനിമ കാഴ്ചയാ. ഓഹോ, അവിടെയാണ് ഒരു സങ്കടം. സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്രുചേട്ടാ ഇപ്പോഴേ ഞാൻ രാത്രി റൂമിലോട്ട് ചെല്ലുമ്പോഴേ എന്നോട് പറയുക മാഡം പുറത്ത് നിന്നോ, അവിടെ റൂമില്ലേ അവിടെ പോയി കിടന്നോ, അല്ലെങ്കിൽ മാഡം വാ മാഡം ഈ കട്ടിലിരുന്നോ, ഞാൻ തറയിൽ കിടന്നോളാം, എന്റെ അടുത്ത് വരില്ലേ മാഡം, മാഡം തൊടാൻ പോലും. സാധാരണ വിളിക്കുന്ന ചക്രവാവി എന്നൊക്കെ അല്ലേ, പൊന്നെ എന്നൊക്കെയാ വിളിക്കുന്നത്. മാഡം എനിക്ക് ഇന്ന് അറിയുമോ എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇവളിപ്പം ഡോറൊക്കെ അടച്ചിട്ട് എന്റെ അടുത്തോട്ട് നടന്നു വരത്തില്ലേ, എന്റെ അടുത്തോട്ട് നടന്നു വരുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് നയൻതാര എന്റെ അടുത്തോട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇവളിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ഹണി റോസ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ ഇങ്ങനെ കൂടെ വന്ന് കട്ടിലെ വന്ന് കിടക്കത്തില്ലേ, കിടക്കുമ്പോ സണ്ണി ലിയോൺ എന്റെ അടുത്ത് വന്ന് കിടക്കുന്ന പോലെ 3 പേരായിട്ടായി തോന്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു ഭാഗ്യല്ലേ നമ്മളെ പോലെ സാധാരണക്കാർക്ക് 3 പേരും കൂടി ഒരുമിച്ച് അല്ലേ കാണാൻ പറ്റിയാന്നുള്ളത്. കാണാൻ പറ്റിയ ഞാനപ്പോ എന്താ എനിക്ക് അങ്ങോട്ട് പക്ഷെ പ്രേമജിയായിട്ട് കാണുന്നില്ലല്ലോ. വരുവാ. അതായത് ഞാനിപ്പോ എന്തെങ്കിലും എനിക്ക് അവരെ കയ്യിലൊക്കെ ഒന്ന് പിടിക്കണമെങ്കിലും ഇവളെ ചതിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് അവരെ. അതാണ് ഇപ്പൊ എന്റെ ഒരു പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം മനസ്സിലായി. നയൻതാരനെയാ ഞാൻ തൊടുന്നത്, നിന്നെ എല്ലാന്ന് വെച്ചിട്ട് തൊടുന്ന പോലും ഇല്ല. മിക്ക ദിവസം ഇപ്പൊ കട്ടിലിനടിയിലാണ് ഞാൻ കിടക്കുന്നത്, ഇവള് കട്ടിലിന്റെ മേളിൽ കിടക്കും. അത് വലിയ പ്രശ്നമായിട്ട് കണ്ട. സ്വന്തം ഭർത്താവ് സ്വന്തം കട്ടിലിന്റെ അടിയിലല്ലേ, വല്ലവരും കട്ടിലിന്റെ അടി കിടന്നല്ലേ പ്രശ്നം. അല്ല എന്നാലും എനിക്ക് എപ്പോഴും പക്രുചേട്ടനാണ് എപ്പോഴും നല്ലൊരു മാർഗം പറഞ്ഞത്. അതെ ഡോക്ടറോട് ചോദിക്കാൻ നമ്മൾ അടുത്തതായി പോകുന്നത്. പറയൂ ഡോക്ടർ. പക്ഷെ ചില കേസിൽ ഈ ഡോക്ടർ തോറ്റു അന്നേരം നമ്മൾ റെഫർ ചെയ്യുമല്ലേ വലിയ വലിയ ഡോക്ടർമാർക്ക്. ഈ വിഷയത്തില് ഒരുപാട് അവഗാഹമുള്ള ജ്ഞാനമുള്ള പണ്ഡിതൻ കുറച്ചുകൂടി ക്രാന്തദർശിയായ ചില ഡോക്ടർമാരെ നമ്മൾ പിടിക്കും. ഞാൻ അങ്ങനെ എന്റെ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോ ഒറ്റ പേരാ വന്നത്. ഡോക്ടർ ബിപിൻ ജോർജ് പെരേര. സൂപ്പർ സൂപ്പർ. ആരാണെങ്കിലും മാർഗം പറഞ്ഞു തന്നാ മതി. അതെ അതെ ഞങ്ങൾക്ക് ഇപ്പൊ കട്ടിലിൽ കിടക്കാം, അടി കിടക്കാൻ പറ്റില്ല. പഴയ പോലെ ഞങ്ങൾക്ക് പഴയ പോലെ ആവണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് നയൻതാരയായിട്ടും സണ്ണീലിയോണായിട്ടും ഹണി റോസായിട്ടും ഫീൽ ചെയ്യാണ് അല്ലേ. അപ്പൊ നമുക്കിത് ഒന്ന് തിരിച്ചാലോ? എങ്ങനെ? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നയൻതാരയുടെ ഭർത്താവായിട്ടുള്ള വിഘ്നേഷിന്റെ പേര് നിങ്ങൾ തിരിച്ചു വിളിക്കുക. ഒന്ന് വിളിച്ചേ. വിഘ്നേഷ്. അയ്യോ പ്രശ്നം തീർന്നു. കുഴപ്പമില്ല. സണ്ണി ലിയോൺ. സണ്ണി ലിയോന്റെ ഭർത്താവിന്റെ പേരെന്തുവാ? കമോൺ ബേബി അല്ലേ? അത് നിങ്ങൾ തമ്മിൽ സ്നേഹമായി കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അയാളുടെ പേര് ഡാനിയൽ വെബർ. പാണ്ഡിത്യമുള്ള ആളാ, തെറ്റില്ല. വിളിക്കട്ടെ? വിളിക്കേ. ഡാനിയല് സണ്ണി ലിയോണ്. സണ്ണി ലിയോണ്. ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാനും അതേ പറ്റിയാണ് എലീന ആലോചിച്ചത്. ഹണി റോസ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നമുക്കൊരു വഴിയുണ്ട്. അതായത് ഹണി റോസ് കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഹണി റോസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താണ്? കഴിക്കുന്നത് ഉദ്ഘാടനം, ഇനോഗ്രേഷൻ. അപ്പൊ ഇനോഗ്രൂ ഹണി റോസ് ഹണി റോസ് കൈമറക്കരുത്. കൈ ഇങ്ങനെ പോണേ. Masters.